യഥാർത്ഥത്തിൽ ഒരു സെൻസസിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് സ്വാതന്ത്ര്യം അത്ര വേഗത്തിൽ ഉണ്ടായത് എന്നത് പരമയാഥാർത്ഥ്യമാണ്. ഒരു ഭക്ഷണ സംസ്കാരം പോലും, വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ സംസ്കാരം പോലും അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് 69 വരെ കേരളം ഭരിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് അധികാരമുണ്ടായിരുന്നു. നമുക്കറിയാം, 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ നിയമം 3% ഈ ക്രിസ്ത്യാനിയൊന്നും തല്ലിയോടിക്കണമെന്നല്ല, അവർക്ക് കൊടുക്കണം പ്രാതിനിധ്യം. അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായ പ്രാതിനിധ്യം കൊടുക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ഈ സ്വജനപക്ഷപാതം എന്ന്. കാരണം കേരളത്തിൽ നടക്കുന്നത് സ്വജനപക്ഷപാതമാണ്. ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം വേഴ്സസ് സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന വിഷയത്തിൽ ഓരോ ജില്ലകളിലായി ELF മൂവ്മെന്റ് നടത്തിവരുന്ന ഈ ഓപ്പൺ സെമിനാർ ഇന്ന് തിരുവനന്തപുരത്തും നടത്തപ്പെടുകയാണ്. ഈ ഓപ്പൺ സെമിനാറിൻ്റെ മോഡറേറ്റർ ബഹുമാന്യനായ ശ്രീ ലീതേഷ് അവർകൾ, ഇതിന് സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ശ്രീ P. തങ്കച്ചൻ അവർകൾ, ഈ വിഷയത്തിന്മേൽ പ്രതികരിക്കുന്ന ബഹുമാന്യനായ ശ്രീ K. അംബുജാക്ഷൻ അവർകൾ, ഈ വിഷയത്തിൽ അധികരിച്ച് സംസാരിക്കുന്ന ആദരണീയനായ ശ്രീ ആലങ്കോട് സുരേന്ദ്രൻ KPMS ജനറൽ സെക്രട്ടറി, വിളക്കിത്തല നായർ സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് കുന്നത്ത്, അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്, ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഈ ഓപ്പൺ സെമിനാറിനെ വീക്ഷിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെ, 2025 ഏപ്രിൽ മാസത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന് ബഹുമാന്യ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ NSSന്റെ ജനറൽ സെക്രട്ടറിയും അവരുടെ സംഘടനയായ NSSഉം കേരളത്തിലെ ക്രൈസ്തവ സഭകളും ചേർന്ന് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ ബഹുമാന്യ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഒപ്പം അവർ സുപ്രീം കോടതിയും സമീപിച്ചിട്ടുണ്ട്. ജാതി സെൻസസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ ആളുകളുടെ ജാതി തിരിച്ചുള്ള സെൻസസ് കണക്കെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ മുഴുവൻ ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ കണക്കെടുപ്പ് നടത്തുക അതെങ്ങനെയാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, കേരളത്തിലെ ജനങ്ങളോട് സമ്മതിക്കുന്നതിന് വേണ്ടിയാണ് ചെറുതെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും ഞങ്ങൾ ഇങ്ങനെയൊരു മീറ്റിംഗ് നടത്തുവാൻ തീരുമാനിച്ചത്. താലൂക്ക് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് മുൻപ് ജില്ലാ തലങ്ങളിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ ജനം തീർച്ചയായും ശരിയായി ധരിക്കുന്ന ആളുകളും ഈ വിഷയത്തിന്മേൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന് ജാതി രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ ആ ജോലി കൃത്യമായി ചെയ്തു പോകുന്ന ആളുകളും ഉണ്ട് എന്നുള്ള പരമയാഥാർത്ഥ്യമാണ്. ഒരു രാജ്യത്ത് സെൻസസ് നടപ്പിലാക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തിക്കൊണ്ട് പോരുന്നത്.
2011 ശേഷം പിന്നീട് 2021 കോവിഡ് കാലഘട്ടമായതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് സെൻസസ് നടപ്പിലാക്കാതിരുന്നത്. അതേ കാലയളവിൽ തന്നെ ജാതി സെൻസസ് വേണം എന്ന ആവശ്യം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഉയർന്നു വരികയും ഉണ്ടായിരുന്നു. 95 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു സെൻസസ് ആണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ കാരണമായത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളുടെയും വക്താക്കളായിട്ടുള്ള ആളുകൾ പറയും, അതല്ല, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സെൻസസിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് സ്വാതന്ത്ര്യം അത്ര വേഗത്തിൽ ഉണ്ടായത് എന്നത് പരമയാഥാർത്ഥ്യമാണ്. 1930കളിൽ നമ്മുടെ രാജ്യത്ത് നടന്ന പ്രധാനപ്പെട്ട 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ഞാൻ അതിൻ്റെ ചരിത്ര പശ്ചാത്തലമായി അതിൻ്റെ ഉദാഹരണം എന്ന രീതിയിൽ ഞാനത് ഉദാഹരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചാൽ ഇതിനു മുൻപ് നമ്മുടെ രാജ്യത്ത് നടന്ന പ്രധാനപ്പെട്ട സെൻസസുകളുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന പാഠ്യപദ്ധതികളിൽ തെറ്റിദ്ധരിപ്പിച്ചും പഠിച്ച ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം, മിന്റോ മോർലി ഭരണപരിഷ്കാരം, സൈമൺ കമ്മീഷൻ. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് അന്ന് ഇംഗ്ലീഷുകാർ നടപ്പിലാക്കിയ സെൻസസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഇതൊക്കെ തെറ്റിദ്ധരിച്ചാണ് പഠിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ നമ്മളെ ഇത് തെറ്റിദ്ധരിപ്പിച്ചാണ് പഠിപ്പിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും മിന്റോ മോർലി ഭരണപരിഷ്കാരവും സൈമൺ കമ്മീഷനും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ സമൂഹങ്ങളുടെ, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുവാൻ വേണ്ടി സ്വയം നിയോഗിക്കപ്പെട്ട ചില ആളുകളിൽ നിന്നും അധികാരം ലഭിക്കാതെ നമ്മുടെ രാജ്യത്ത് മാറ്റി നിർത്തപ്പെട്ട ഭൂരിപക്ഷ സമൂഹത്തിന്റെ അധികാര പങ്കാളിത്തം എവിടെയാണ് എന്ന് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ 3 കമ്മീഷനുകളെയും സംബന്ധിച്ച് പരാമർശിച്ചപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗം സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഈ ആളുകൾ രാജ്യത്തിന്റെ ഭരണാധികാരികളാകുമെന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഒരു മതത്തിനു പുറത്ത്, ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും പുറത്ത് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരത്തിന്റെ ഭാഗമായി നിന്ന ആളുകളെ ആ കാലയളവിൽ തന്നെ ഒരു മതത്തിന്റെ ഭാഗമാക്കി ഒതുക്കി നിർത്തുവാൻ ശ്രമിച്ചു. അതാണ് ഇന്ത്യയിൽ സാമൂഹ്യ പരിവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രതിഭാസം എന്ന് പറയുന്നത്. അതാണ് സാമൂഹ്യ പരിവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിഭാസമാണ് ഈ 3 കമ്മീഷനുകളെയും സംബന്ധിച്ച് ഒരു പഠന വിധേയമാക്കിക്കൊണ്ട് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ സമൂഹം രാഷ്ട്രീയ അധികാരം കൈയാളുന്ന സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറെ, അദ്ദേഹത്തിന്റെ ചിന്തകൾ നമ്മുടെ രാജ്യം ഏറ്റെടുക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോ നമ്മളെല്ലാവരും ഇതുവരെ അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തിയിരുന്ന സമൂഹം ഒരു മതത്തിന്റെ ഭാഗമായി. ആ മതത്തിന്റെ ഭാഗമായത് രാഷ്ട്രീയപരമായി മാത്രമാണ്, സാമൂഹ്യപരമായി അല്ല എന്നുള്ളതും ഒരു പരമ യാഥാർത്ഥ്യമാണ്. ആ മതത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ നിൽക്കുമ്പോഴും, ആ മതത്തിന്റെ ഭാഗമായി ഭൂരിപക്ഷ സമൂഹം ഇവിടെ നിൽക്കുമ്പോഴും രാഷ്ട്രീയ അധികാര പങ്കാളിത്തം ഇന്ത്യയിലെ ന്യൂനപക്ഷം വരുന്ന ചില സവർണ ഹിന്ദുക്കൾക്ക് മാത്രം ലഭിക്കുവാൻ വേണ്ടിയാണ് ഇന്നും ഈ ഭൂരിപക്ഷ സമൂഹത്തിനെ മതത്തിന്റെ ഭാഗമായി രാഷ്ട്രീയപരമായി മാത്രം ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതങ്ങനെ തന്നെ തുറന്നു പറയുന്നതിന്റെ കാര്യം, ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് പെട്ടെന്നൊരു കരാറിൽ ഏർപ്പെടുകയും ആ കരാറ് പെട്ടെന്ന് ചില ആളുകളുടെ മുഖം കറുത്തപ്പോൾ ആ കരാർ ഒന്ന് റദ്ദ് ചെയ്യുകയും ചെയ്ത പ്രക്രിയ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ ഭരണസിരാ കേന്ദ്രങ്ങളിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ചയാകുന്നത് നമ്മൾ കണ്ടതാണ്. അത് PM ശ്രീ പദ്ധതി എന്ന പേരിലാണ് ഇപ്പോ അതൊരു ചർച്ചയായിരിക്കുന്നത്. ഈ ആളുകൾ ധരിച്ചിരിക്കുന്നത് 14,500 സ്കൂളുകൾ ശ്രേഷ്ഠവൽക്കരിക്കുന്നത്, കാരണം ഇത്തരം ഭാഷകളിൽ ശ്രേഷ്ഠതയാണല്ലോ പറയുന്നത്, ശ്രേഷ്ഠവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി, ശ്രേഷ്ഠ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന 14,500 സ്കൂളുകൾ നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കുന്നതിനെതിരായിട്ട് ചില ആളുകൾ വരുന്നു എന്ന ചില ന്യായങ്ങളും അന്യായവാദങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇവിടെയാണ്
PM ശ്രീ കൊണ്ടുവരുന്നതോടുകൂടി ഭൂരിപക്ഷ സമൂഹങ്ങൾക്ക് സംഭവിക്കുന്ന വിദ്യാഭ്യാസ അവകാശത്തെ നിഷേധിക്കുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അതങ്ങനെ പറയാൻ കാര്യം, വിദ്യാഭ്യാസം ഒരു അവകാശമാക്കിയതും വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും വിദ്യാഭ്യാസം മികവുറ്റതാക്കിയതും വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതും 1950 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് കൊണ്ടാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നുവെങ്കിലും ആ ബില്ല് തയ്യാറാക്കിയത് ഇന്ത്യയുടെ മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് ഇന്ത്യയിൽ തയ്യാറാക്കി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് അവതരിപ്പിച്ചു എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു എഡ്യൂക്കേറ്റഡ് ആയിട്ട് വന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലും, രണ്ടാമതൊരു കാര്യം, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ലായിരുന്നു, പകരം സംസ്കൃതവും അറബി ഭാഷയും മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വശമതമായിരുന്നത്. അതുകൊണ്ടാണ് ഈ ബില്ല് ഉണ്ടാക്കിയത് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് പറയുന്നത്. ആ സാർവത്രികവും സൗജന്യവും കുറ്റമറ്റതും ആയ ആൺ പെൺ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന നിയമം നമ്മുടെ രാജ്യത്ത് 1950 മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ അവതരിപ്പിച്ചതിന് ശേഷം ഈ ബില്ല് പരിഷ്കരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 1968 1968 ഈ ബില്ല് ഒരു പുതിയ പഠന രീതിയോടുകൂടി നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ചു. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ, വിവിധ പ്രൊഫഷണൽ കോളേജുകളിൽ, വിവിധ സ്കൂളുകളിൽ അധ്യാപകരുമായി വിദ്യാർത്ഥികളുമായി ഒക്കെ സമ്മതനം നടത്തിയതിനു ശേഷമാണ് ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. ആ വിദ്യാഭ്യാസ നയം രൂപീകൃതമായപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജീവചരിത്രം, അവരുടെ പ്രയത്നം, അവരുടെ പോരാട്ടം വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. 1968 എന്ന് പറയുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായ ജ്യോതിറാവ് ഫൂലെയുടെ ചരിത്രം പാഠ്യപദ്ധതിയിൽ നിന്നും ആദ്യമായി അങ്ങനെ ഒഴിവാക്കപ്പെടുന്നത്. 6ാം ക്ലാസ് മുതലാണ് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചരിത്രം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. 6ാം ക്ലാസ്സുകളിൽ നിന്നും മഹാനായ ജ്യോതിറാവ് ഫൂലെയുടെ, ഇന്ത്യയുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്, അത് അങ്ങനെ പറയുവാൻ കാരണം ഇന്ത്യയുടെ 1968 ശേഷം പുതിയ വിദ്യാഭ്യാസ നയം വന്നപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി നമ്മൾ അറിയപ്പെട്ടത് രാജാ റാംമോഹൻ റോയ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത്. രാജാ റാംമോഹൻ റോയ് എങ്ങനെയാണ് സാമൂഹ്യ പരിഷ്കർത്താവായത്? അദ്ദേഹത്തിന്റെ സമുദായത്തിൽ മാത്രം പരിഷ്കരണം നടത്തിയാണ് സാമൂഹ്യ പരിഷ്കർത്താവായത്. ഇവിടെ മഹാനായ ജ്യോതിറാവ് ഫൂലെ എങ്ങനെയാണ് സാമൂഹ്യ പരിഷ്കർത്താവായത്? ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസം നിഷേധിച്ച സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും, വീടുകളിലെത്തി നേരിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും, ആ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം തയ്യാറാക്കിയ ഒരു പാഠ്യപദ്ധതിയിലൂടെ സാമൂഹ്യ നവോത്ഥാന പരിഷ്കരണ പ്രക്രിയ ഏർപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഈ രാജ്യത്ത് ഇന്ത്യയുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായത്. അപ്പോൾ 68 അത് തന്നെ അട്ടിമറിച്ചു. പിന്നീട് ഇതിനെ വീണ്ടും പരിഷ്കരിക്കുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ മാനേജ്മെന്റുകളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ്. അത്തരം മാനേജ്മെന്റുകളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് പിന്നീട് നമ്മുടെ രാജ്യത്ത് ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് വരുന്നുണ്ട്. അത് 1986 1986 വന്ന ബില്ല് ഇതിനേക്കാൾ, അതായത് രാജീവ് ഗാന്ധിയുടെ അമ്മ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലിനേക്കാൾ അല്പം കൂടി കടുകട്ടി നിറഞ്ഞതായിരുന്നു 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല്. കാരണം സ്വകാര്യവൽക്കരണത്തിന് രാജ്യത്ത് ആദ്യം തന്നെ അടിത്തറ പാകിയ ആളെന്ന് പറയുന്നത് ഇന്ത്യയിൽ രാജീവ് ഗാന്ധിയാണ്. ആ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഈ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലോടുകൂടി നമ്മുടെ രാജ്യത്ത് ഈ സ്വകാര്യ മാനേജ്മെന്റുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നിരുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ മാനേജ്മെന്റുകളുടെ എണ്ണം ആ കാലയളവ് മുതൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധാരണപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുന്ന പ്രക്രിയയിലേക്കാണ് രാജ്യം മുന്നോട്ട് വന്നത്. അങ്ങനെയാണ്. അപ്പോ ഈ PM ശ്രീ പദ്ധതി വരുമ്പോഴും 14,500 ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരുമ്പോൾ
അവർ കൊണ്ടുവരാൻ പോകുന്നത് ഒരു പുതിയ വിദ്യാഭ്യാസ രീതിയും, അതുപോലെ തന്നെ പുതിയ ഒരു അധ്യാപന രീതിയും, അതുപോലെ തന്നെ പുതിയ ഒരു പരിഷ്കരണ പദ്ധതിയും ഒക്കെയാണ്. എന്തിനു വേണ്ടി വന്നാൽ ഒരു ഭക്ഷണ സംസ്കാരം പോലും, വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ സംസ്കാരം പോലും അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് അവർ പറയുന്നത്, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന, അത്തരം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മേഖലകളിൽ മാത്രമേ ഇവർ നിശ്ചയിക്കുന്ന ഈ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്ന ഈ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. കേരളത്തിൽ 200 സ്കൂളുകൾ ഏറ്റെടുക്കുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഇത്തരം സ്കൂളുകളായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. 1. 2, അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോഴും ഭാവിയിൽ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്പം കൂടി കടുപ്പിക്കേണ്ടി വന്നാൽ ആ വിവേചനം നിലനിൽക്കുവാൻ, അതിന് കുടപിടിക്കുവാൻ പറ്റുന്ന അധ്യാപകരെ കൂടി തീർച്ചയായും അവർ അതിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും. അതിൽ യാതൊരു തർക്കവും വേണ്ട. അതിന് 2017 മോഹൻ ഭഗവതിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പദ്ധതി അവർ ആവിഷ്കരിച്ചിരുന്നു. അതായത് സനാതന ഹിന്ദുത്വവാദികളായ സവർണ ഹിന്ദു സ്ത്രീകൾ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ, ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുട്ടികൾ ജീവിത രീതി പരിചയപ്പെട്ടു വരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് RSS ഒരു നയം കൊണ്ടുവന്നിരുന്നു. അതിനവർ പറഞ്ഞിരുന്നത്, നീളം കുറഞ്ഞ കുട്ടികൾ ഉണ്ടാകുവാൻ പാടില്ല. നീളം കുറഞ്ഞ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തദ്ദേശീയ ദ്രാവിഡ സമൂഹത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2, കറുത്ത നിറമുള്ള കുട്ടികൾ ഉണ്ടാകുവാൻ പാടില്ല. രണ്ടാമത്തെ നയം അതായിരുന്നു. 3, ബുദ്ധിവികാസം സംഭവിച്ച കുട്ടികൾ ഉണ്ടാകണം. മാത്രവുമല്ല, ഒരു ഹിന്ദു രാജ്യം ഉണ്ടായി വരുമ്പോഴത്തേക്ക് ആ ഹിന്ദു രാജ്യത്തിനൊപ്പം സഞ്ചരിക്കുന്ന കുട്ടികൾ കൂടി ഉണ്ടാകണം. അതിന് 4-ാമത്തെ മാസം മുതൽ, ഗർഭിണിയായി 4-ാമത്തെ മാസം മുതൽ അവർ എന്ത് കേൾക്കണം? വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പാരായണം ചെയ്യുന്ന സ്ത്രീകളുടെ കുട്ടികളായിരിക്കണം. അത്തരം കുട്ടികളാണ് നമുക്ക് ലഭിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ ലഭിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണമെന്നാണ് മോഹൻ ഭഗവത് ഇറക്കിയ സർക്കുലർ 2017 പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു ഹിന്ദു രാജ്യം സജ്ജമാക്കുവാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഞങ്ങളൊക്കെ ചില പുരോഗമനവാദികളാണെന്നും ഞങ്ങളൊക്കെ ചില വിപ്ലവകാരികളാണെന്നും 3000-ഓളം വരുന്ന പട്ടിണി പാവങ്ങളെയൊക്കെ അങ്ങ് പുന്നപ്രയിലും വയലാറിലും ഒക്കെ കൊല കൊടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ വിപ്ലവകാരികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിന്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 2017 ഈ പറയുന്ന മോഹൻ ഭഗവതിന്റെ നിർദ്ദേശാനുസരണം ഇവിടെ നടപ്പിലാക്കേണ്ടുന്ന പാഠ്യപദ്ധതി സെൻട്രൽ ഗവൺമെന്റ് 2020 ചർച്ചയ്ക്ക് വെക്കുമ്പോൾ RSSന്റെ ആസ്ഥാനത്ത് നാഗ്പൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടി പങ്കെടുത്ത് ചർച്ച അത് വിജയകരമായി പൂർത്തീകരിച്ച് 2022 ഇംപ്ലിമെന്റ് ചെയ്യുകയും 2022 അന്ന് മുതൽ ചർച്ച ചെയ്യുമ്പോൾ പുരോഗമന സർക്കാർ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അന്നേ സമയം തന്നെ എതിർത്തിരുന്നു. ഇത് ഒരു RSS അജണ്ടയാണ്, BJPയുടെ അജണ്ടയൊന്നും ഒരു ഹിന്ദു രാജ്യം ഉണ്ടാക്കുവാനൊന്നും ഞങ്ങൾ അനുവദിച്ചു തരില്ല, അതൊന്നും കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ കഴിഞ്ഞ ദിവസം മുൻപ് നമ്മൾ കേൾക്കുന്നു, ഞങ്ങൾ ഞങ്ങൾ PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പുവെക്കുന്നു, ഞങ്ങൾക്ക് 1500 കോടി രൂപ വേണം. 1500 കോടി രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നു. പക്ഷേ ഇവിടെ മറച്ചു പിടിക്കുന്ന ഒരു സത്യമുണ്ട്. NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുവാൻ ഇതുവരെ കേരളം BJP ഭരിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും അവസാനം ഇതുവരെ BJPയുടെ നയം ആരൊക്കെ കേരളത്തിൽ നടപ്പിലാക്കി പോരുന്നോ എന്ന് വളരെ കൃത്യമായി RSSന്റെയും BJPയുടെയും നയം കേരളത്തിൽ നടപ്പിലാക്കി പോകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ആയിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് ഇപ്പോ ഈ പ്രൈം മിനിസ്റ്റർ ഈ പദ്ധതിയുമായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, PM ശ്രീ പദ്ധതി ഇവർ നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. ഈ 2025 നമ്മുടെ മുന്നിലേക്ക് അവർ അവരുടെ ശരിയായ മുഖം ഞങ്ങൾ നരച്ചു കാവിയായി എന്ന് നമ്മളെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു. അല്ല എന്ന് അവർക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ നിഷേധിക്കാൻ കഴിയില്ല എന്നതിന്റെ ബോധ്യപ്പെടുത്തലാണ് ഞങ്ങൾ ഈ സെമിനാറിലൂടെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറയുവാൻ തയ്യാറാകുന്നത്. ആ കണക്കുകൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ തയ്യാറായത്. നമുക്കറിയാം, 57 ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നു. 57 അധികാരത്തിൽ വന്ന സർക്കാർ ഇതേപോലെ തന്നെ ഈ സെയിം ഒരു സ്റ്റാറ്റസ് നമ്മൾ പരിശോധിച്ചാൽ
അതേ കാലയളവാണ് 57, 2025. നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1957 അധികാരത്തിൽ വന്നപ്പോ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ് അവതരിപ്പിച്ച ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലുകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ, തീവ്ര സഹയാത്രികളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി ചിന്തിക്കണം. ഇന്ന് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെടുമ്പോൾ 1957 ഇതേ കുറ്റകൃത്യം തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. 57 വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് വരുന്നു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നു ആ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപക അനധ്യാപക നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊടുക്കണം. ആ PSCക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. PSCക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സഖ്യകക്ഷികളായിട്ടുള്ള അവരുമായി സന്തത സഹചരായിട്ടുള്ള NSSഉം, അതായത് ഇന്ന് ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്ന NSSഉം, ഇന്ന് ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്ന ഈ സവർണ ക്രൈസ്തവ സഭകളും അന്നും ഇതേ പ്രക്ഷോഭമായി വന്നിരുന്നു. അന്നവർ പറഞ്ഞത് ഈ എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടുവാൻ സമ്മതിക്കുന്നതല്ല, ഞങ്ങൾ അനുവദിക്കില്ല. പ്രക്ഷോഭം ആരംഭിക്കുന്നു. സംസ്ഥാന സർക്കാർ നിയമനം PSCക്ക് വിടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ബില്ല് കേരളത്തിന്റെ ഗവർണർ കൈമാറുന്നു. ഗവർണർക്ക് ഇത് കണ്ടപ്പോഴേ പേടിയായി. അദ്ദേഹം മനസ്സിലാക്കി കേന്ദ്രം കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസിന്റെ അനുയായികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവരെയും NSSനെയും പിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നിയമനങ്ങൾ PSCക്ക് വിടാൻ അല്പം പാടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്ത് നേരെ ഇത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു ബില്ല്. രാഷ്ട്രപതി ഇത് പരിശോധിക്കുന്നു. രാഷ്ട്രപതി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ മനസ്സിലായി, എന്റെ പാർട്ടിയുടെ ആളുകളാണ് കേരളത്തിൽ കൂടുതൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തുന്നത്, അവർക്ക് ഒരു കാരണവശാലും ഒരു കോട്ടവും തട്ടാൻ പാടില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്തു? അദ്ദേഹം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊടുത്തു. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ 4 ബെഞ്ച് വിധി പ്രഖ്യാപനം നടത്തുന്നു. ആ വിധി പ്രഖ്യാപനത്തിൽ വരുന്നു, നിയമനങ്ങൾ PSCക്ക് വിടുവാനുള്ള പരമാധികാരം സംസ്ഥാന സർക്കാരിൽ മാത്രം നിക്ഷിപ്തമാണ്. അങ്ങനെയായപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് മനസ്സിലായി, നിയമനങ്ങൾ PSCക്ക് വിടുവാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകും. ഇടതുപക്ഷ സർക്കാർ അവരെന്ത് ചെയ്ത്? ഇടതുപക്ഷ സർക്കാർ വെട്ടിലായി. കാരണം അവർ നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം മറിയുന്ന, കറുത്ത പണം വെളുപ്പിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി, ഇടതുപക്ഷത്തിന് മനസ്സിലായി. അതുകൊണ്ട് അവരെന്ത് ചെയ്ത്? അപ്പുറത്ത് സമരം നടത്തിയപ്പോൾ ഇപ്പുറത്ത് ഇവിടെ വെടിവെപ്പ് ആരംഭിച്ചു. അങ്കമാലിയിൽ 6 പേർ കൊല ചെയ്യപ്പെട്ടു. 6 പേർ കൊല ചെയ്യപ്പെട്ടു. ആ കത്തോലിക്ക ബസിലിക്കയിൽ അവിടെ അടക്കം ചെയ്തിരിക്കുന്നു. ഈ കൊലപാതകത്തിനിരയായ ആളുകളെ, പോലീസ് വെടിവെപ്പിൽ മരിച്ച ആളുകളെ അങ്കമാലിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ നിന്ന് വിപ്ലവം ആരംഭിക്കുന്നു. 59 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ പുറത്തു പോകുന്നു. പുതിയൊരു സർക്കാർ വരുന്നു. പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇവിടെ ഈ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ താൽക്കാലികമായി ഇത് തടഞ്ഞു വെക്കുന്നു എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് തീരുമാനം, മന്ത്രിസഭാ തീരുമാനം എടുക്കുന്നു. താൽക്കാലികമെന്ന് അന്ന് പറഞ്ഞെടുത്താണ് ഇന്ന് 75 വർഷമായിട്ടും താൽക്കാലികമായി തുടരുന്നത്. എന്നാൽ 1971 അച്യുതമേനോന്റെ സർക്കാർ വരുമ്പോൾ അവർ ഒരു തീരുമാനമെടുത്തത് ഒരു സമുദായത്തിന് ഒരു കോളേജ് ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെങ്കിൽ, ആ സമുദായത്തിന് 50% നിയമനവും ബാക്കി 50% മറ്റുള്ള സമുദായങ്ങൾ കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം അവിടെ കൊണ്ടുവന്നു. ആ നിയമനം വന്നപ്പോഴും 50% പോയിട്ട് 1% പോലും മറ്റു സമുദായങ്ങൾക്ക് നൽകുവാൻ ഒരു മാനേജ്മെന്റും തയ്യാറായിട്ടില്ല. ഇന്നും LDFും UDFും കയറിയും ഇറങ്ങിയും ഭരിക്കുന്നുമുണ്ട്. 1957 പുറത്തു പോകുവാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ പുറത്തു പോകുവാൻ കാരണമായത് അങ്ങനെ ഒരു നിയമമായിരുന്നുവെങ്കിൽ, ആ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലായിരുന്നുവെങ്കിൽ, അവർക്ക് കോൺഗ്രസ് ഒരു താൽക്കാലികമായി തടഞ്ഞു വെക്കുന്നത് മന്ത്രിസഭ തീരുമാനമെടുത്തെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം 1967 മുതൽ 69 വരെ കേരളം ഭരിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് അധികാരമുണ്ടായിരുന്നു. നമുക്കറിയാം, 3/2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ നിയമനിർമ്മാണം നടത്തി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് സാങ്കേതികമായി യാതൊരു തടസ്സവുമില്ല. നമ്മുടെ രാജ്യത്ത് 3/2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് കൂറുമാറ്റ നിരോധന നിയമം ഇവിടെ രാജ്യത്ത് രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാരിനും അത് ബാധകമാണ്. 67 രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ അത് ചെയ്യുവാൻ തയ്യാറായില്ല. കാരണം എന്താണ്? അപ്പോഴേക്കും അവർക്കും എയ്ഡഡ് സ്ഥാപനങ്ങളായി കഴിഞ്ഞിരുന്നു. ഇപ്പോ ആലപ്പുഴ ജില്ലയിൽ നൂറനാടിനടുത്തവർക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്ത് കോട്ടയ്ക്കൽ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതിൽ നിന്ന് മാറുവാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം.
ഈ സ്ഥിതിവിശേഷമാണ് ഇപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടും ഇവരുടെ എതിർകക്ഷികളാണെന്ന് പ്രത്യക്ഷത്തിൽ പറയുകയും അപ്പുറത്ത് മറുവശത്ത് ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്ത സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ചില കണക്കുകൾ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിനൊപ്പമാണ്. ശരിയാണ്, ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ സർക്കാരും വാങ്ങുന്നത് കൊണ്ട് അവർ ഈ ഭൂരിപക്ഷ സമൂഹത്തിനൊപ്പമാണ്. പക്ഷേ ഭരണപ്രക്രിയയിൽ ഇവർ ഈ ഭൂരിപക്ഷ സമൂഹത്തിനൊപ്പമല്ല. അത് പരിശോധിക്കുവാൻ കേരളത്തിൽ ഇതുവരെ അധികാരത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭരിച്ചിട്ടുള്ള ഇവിടുത്തെ ചീഫ് സെക്രട്ടറിമാരുടെ കണക്ക് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ചീഫ് സെക്രട്ടറിമാരുടെ കണക്ക് പരിശോധിക്കണം. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുമ്പോൾ ഇതുവരെ കേരളത്തിൽ മൊത്തം ചീഫ് സെക്രട്ടറിമാരുടെ എണ്ണം പരിശോധിച്ചാൽ ഇവിടെ 9-10% മാത്രം ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ് നായർ സമുദായം എന്ന് പറയുന്നത്. നായർ സമുദായത്തിന് 18 ചീഫ് സെക്രട്ടറിമാരെ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. 48 ചീഫ് സെക്രട്ടറിമാരാണ് കേരളം ഇതുവരെ ഭരിച്ചത്. അതിൽ 19 ചീഫ് സെക്രട്ടറിമാർ നായർ സമുദായത്തിൽ നിന്ന് മാത്രമാണ്. അവർക്ക് 9% മാത്രം ജനസംഖ്യയുള്ളൂ കേരളത്തിൽ. എന്നാൽ 3% മാത്രം ജനസംഖ്യയുള്ള സമുദായം ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ സവർണ ക്രൈസ്തവർ എന്ന് പറയുന്നത്. അവർക്ക് 12 ചീഫ് സെക്രട്ടറിമാരെ കിട്ടി. 1% മാത്രം താഴെ ജനസംഖ്യയുള്ള ഒരു സമുദായം ഇവിടെയുണ്ട്. അതാണ് കേരളത്തിലെ ബ്രാഹ്മണ സമുദായം. ബ്രാഹ്മണ സമുദായത്തിനും 12 ചീഫ് സെക്രട്ടറിമാരെ കേരളത്തിൽ കിട്ടി. എന്നാൽ 25% ജനസംഖ്യയുണ്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്. ആ മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു ചീഫ് സെക്രട്ടറി അവർക്ക് കിട്ടി. അതും കേരളത്തിൽ നിന്നുള്ള മുസ്ലിം അല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം. 7.5 മാസം മാത്രം വരുന്നു. ഇനി അപ്പുറത്തേക്ക് പരിശോധിച്ചാൽ 21% ജനസംഖ്യയുണ്ട് ഇവിടുത്തെ ഈഴവ സമുദായത്തിന്. ഈഴവ സമുദായത്തിനും ഒരു ചീഫ് സെക്രട്ടറിയാണ് കിട്ടിയത്. അതും കേവലം 8 മാസത്തേക്ക് മാത്രം. നാടാർ സമുദായത്തിനും ചീഫ് സെക്രട്ടറി കിട്ടി. 2% മാത്രം ജനസംഖ്യയുള്ള നാടാർ സമുദായത്തിനും ഒരു ചീഫ് സെക്രട്ടറി കിട്ടി. അവർക്കും കിട്ടി 7 മാസം ഇരിക്കുന്ന ഒരു ചീഫ് സെക്രട്ടറി. എന്നാൽ 1957 മുതൽ ഇന്ന് 2025 ഇവർ ഭരിക്കുന്ന സമയം വരെയും ഇവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ, ഇവർ പറയുന്നത് മറ്റുള്ളതെല്ലാം ഈഴവ വോട്ടുകൾ, മറ്റുള്ളതെല്ലാം മുസ്ലിം വോട്ടുകൾ, മറ്റുള്ളതെല്ലാം ക്രൈസ്തവ വോട്ടുകൾ, മറ്റുള്ളതെല്ലാം നായർ വോട്ടുകൾ എന്ന് പറയുന്നിടത്ത് ഇവരുടെ ഭൂരിപക്ഷ വോട്ട് എന്നിവർ പറയുന്നത് അടിസ്ഥാന വോട്ടുകൾ എന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ടുകൾ അടിസ്ഥാന വോട്ടുകൾ എന്നിവർ പറയുന്നത് ഇവരുടെ പാർട്ടി വോട്ടുകൾ എന്നാണ് ഇവർ പറയുന്നത്. ഈ പാർട്ടി വോട്ടുകൾ കിട്ടി അധികാരത്തിലെത്തുമ്പോൾ SC/ST സമുദായത്തിൽ നിന്നും കേരളത്തിൽ ഇതുവരെ ഒരു ചീഫ് സെക്രട്ടറി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമുണ്ട്. ഇത് കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൂച്ച എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന K. സുരേഷ് കുമാർ IAS ഇന്ത്യയിൽ കേരളത്തിന്റെ ഏത് കോണുകളിൽ എവിടെ സർക്കാർ ഭൂമി കിടപ്പുണ്ട്, സ്വകാര്യ ഭൂമി കിടപ്പുണ്ട്, സൊസൈറ്റി ഭൂമി കിടപ്പുണ്ട്, ട്രസ്റ്റ് ഭൂമി കിടപ്പുണ്ട് എന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ഏക മനുഷ്യനായിരുന്നു K. സുരേഷ് കുമാർ IAS. ഇവർ പറയുന്ന പാർട്ടി വോട്ടുകളിൽ നിന്നും അത്തരം സമുദായത്തിൽ നിന്നും ജനിച്ച അതിദീർഘകായകനായ ദീർഘവീക്ഷണമുള്ള K. സുരേഷ് കുമാർ IAS. പക്ഷേ കേരളത്തിൽ ഇന്നേ വരെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് പോലും ഒരു ഈ വിഭാഗത്തിൽ നിന്നും ഒരു ചീഫ് സെക്രട്ടറി കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അണ്ടർ സെക്രട്ടറിമാരുടെയും അതുപോലെ തന്നെ അഡീഷണൽ സെക്രട്ടറിമാരുടെ കണക്ക് പരിശോധിച്ചാൽ 2-3 പേർ മാത്രമാണ് ഈ സമുദായത്തിൽ നിന്നും വരുന്നത്. 25% മുസ്ലിം സമുദായത്തിൽ നിന്നും 4-5 പേര് മാത്രമാണ് കേരളത്തിൽ അണ്ടർ സെക്രട്ടറിമാരായി വരുന്നത്, അഡീഷണൽ സെക്രട്ടറിമാരായി വരുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് ജാതികളുടെ എണ്ണം അറിയാൻ വേണ്ടിയല്ല. ജാതിയിലൂടെ സമൂഹത്തിൽ ജാതികളായി വേർതിരിച്ചിരിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ എവിടെയൊക്കെ സ്വാധീനമുണ്ട്, കേരളത്തിലെ ഉദ്യോഗ, വിദ്യാഭ്യാസ, വിഭവ, അധികാര, രാഷ്ട്രീയ മേഖലകളിൽ എവിടെയൊക്കെ സ്വാധീനമുണ്ടെന്ന് ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന്. ജാതി സെൻസസ് നടപ്പിലാക്കരുതെന്ന് NSSഉം അതുപോലെ തന്നെ സവർണ ക്രൈസ്തവ സഭകളുമൊക്കെ ഇവിടെ വന്നു ഇന്ത്യൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുക്കുന്നത് ഒരു കണക്ക് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്. ഏതാണ് ആ കണക്ക്? 2019 കേരളത്തിൽ ഒരു സെൻസസ് നടത്തിയിരുന്നു. ഒരു കമ്മീഷനെ വന്നിരുന്നു. കമ്മീഷന്റെ പേര് ശശിധരൻ നായർ കമ്മീഷൻ എന്നാണ്. ശശിധരൻ നായർ കമ്മീഷൻ. ആ പേര് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ആരുടെ കണക്കെടുപ്പ് നടത്താനാണ് ഈ വരുന്നത്. ആ പേരുകാരൻ വന്നിട്ട് കണക്കെടുപ്പ് നടത്തി. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു കമ്മീഷൻ കണക്കെടുപ്പ് നടത്തി നിയമസഭയിൽ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അവർ പറയുന്നത് 20% നായർ ജനസംഖ്യ എന്ന് അവർ നിയമസഭയിൽ കണക്ക് അവതരിപ്പിച്ചു. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മുന്നിലേക്ക് നിയമസഭയിൽ കണക്ക് അവതരിപ്പിക്കുന്നത് നെറ്റിൽ അപ്ലോഡ് ചെയ്യും. പക്ഷേ 3 മാസത്തോളം എടുത്തു ഈ കണക്ക് നെറ്റിൽ കാണുവാൻ. കാരണം ഒരു ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിക്കുമ്പോൾ അതേ സമയം തന്നെ നെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കും. കാരണം
പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതിപക്ഷ ബഹുമാനമുള്ള മറ്റ് ഇതര ആളുകൾക്കുമൊക്കെ ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് നെറ്റിൽ ആ കണക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ശശിധരൻ നായർ കമ്മീഷൻ ഈ നിയമസഭയിൽ അവതരിപ്പിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. കാരണം എന്താണ്? 20% ഇരട്ടിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. 10% അകത്ത് മാത്രം ജനസംഖ്യയുള്ള നായർ കമ്മ്യൂണിറ്റിയുടെ എണ്ണം 20% ഉയർത്തി കാണിക്കുന്നു. ഈ കണക്ക് പുറത്തു വരുമെന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ പറയുന്നത്, ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വരെ ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കില്ല. അവർ പറയുന്നത് NSSന് കൊടുത്തിരിക്കുന്ന ഉറപ്പാണത്. 3% സവർണ ക്രൈസ്തവർക്ക് ഇടതുപക്ഷ സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പാണത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ ഈ കണക്ക് പുറത്തുവിടില്ല. കാരണം ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെ വോട്ട് വാങ്ങിയിട്ട് ഇതേ ന്യൂനപക്ഷം വരുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സർക്കാരാണ് കേരളം ഭരിച്ചിരിക്കുന്നത്. ആ കണക്ക് പുറത്തു വരുവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ സുപ്രീം കോടതിയിലേക്ക് കേസിന് പോകുന്നതിന് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ പ്രസിഡന്റിനും ഈ 2 വിഭാഗങ്ങൾ നിവേദനം കൊടുത്തിരിക്കുന്നതിന് കള്ളത്തരം പൊളിയുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമല്ല, സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതിനിധ്യ ജനാധിപത്യം. പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ജാതികളായി വേർതിരിക്കപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ജാതിയിൽ തന്നെ പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. അവരുടെ എണ്ണം അനുസരിച്ച് പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. 25% മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ 25% പ്രാതിനിധ്യം ഉറപ്പാക്കണം. സകല മേഖലകളിലും, വിദ്യാഭ്യാസം, ഉദ്യോഗം, രാഷ്ട്രീയം, സകല മേഖലകളിലും 25% കേരളത്തിൽ ജനസംഖ്യയുള്ള മുസ്ലിം സമുദായത്തിന് 25% പ്രാതിനിധ്യം കൊടുക്കണം. 21% ഈഴവ സമുദായത്തിന് 21% പ്രാതിനിധ്യം ഉറപ്പിക്കണം. പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെ ഏകദേശം 18%-ലധികം വരുന്ന ഈ SC ST പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിന് അത്രയും പ്രാതിനിധ്യം ഉറപ്പിക്കണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതല്ലാതെ ഈ പറയുന്ന 3% വരുന്ന ക്രിസ്ത്യാനിക്കും 9% വരുന്ന നായർക്കും ഈ അധികാരം പങ്കിട്ട് കൊടുക്കുന്നെങ്കിൽ രാജഭരണത്തിൽ നിന്നും, തിരുവിതാംകൂറിന്റെ രാജഭരണത്തിൽ നിന്നും കേരളം മുക്തമായിട്ടില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാകൂ. അത് അംഗീകരിച്ചേ മതിയാകൂ. കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും വലതുപക്ഷം അധികാരത്തിൽ വന്നാലും ശരി, കേരളത്തിൽ 30-നും 40-നും ഇടയ്ക്ക് കേരളത്തിൽ 9% മാത്രം ജനസംഖ്യയുള്ള നായർ MLA-മാരുണ്ട് കേരളത്തിൽ. ആരെങ്കിലും കണക്ക് പരിശോധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കണക്ക് പരിശോധിച്ചിട്ടുണ്ടോ? ഈ കണക്കുമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത്. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ്. 9% അധികാരം കൈയാളുമ്പോ 18% വരുന്ന ഈ പരിവർത്തിത ക്രൈസ്തവനും SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പ്രാതിനിധ്യം ഉറപ്പിലാക്കുവാൻ, ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുവാൻ ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ ഞങ്ങൾ പറയുന്നത് 9%-കാരനായ നായരെയുടെ തല്ലിയോടിക്കണമെന്നും 3% ഈ ക്രിസ്ത്യാനിയോടും തല്ലിയോടിക്കണമെന്നുമല്ല. അവർക്ക് കൊടുക്കണം പ്രാതിനിധ്യം. അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായി പ്രാതിനിധ്യം കൊടുക്കുവാൻ തയ്യാറാകണമെന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ഈ സ്വജനപക്ഷപാതം എന്ന്. കാരണം കേരളത്തിൽ നടക്കുന്നത് സ്വജനപക്ഷപാതമാണ്. കേരളത്തിലാണ് സ്വജനപക്ഷപാതം നടക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉത്തരേന്ത്യയെ നോക്കി ഒരുപാട് കുറ്റം പറയുന്ന ആളുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. കേരളത്തിൽ നല്ല വസ്ത്രം ലഭിക്കുന്ന ആളുകളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ആളുകളാണ്. ഇവിടുന്ന് വടക്കോട്ട് നോക്കിയിട്ട് ആളുകൾ പറയുന്നത് ബീഹാറിൽ തല്ലിക്കൊന്നു, അവിടെ ദളിതർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, അവിടെ തല്ലിക്കൊള്ളുന്നു, UP തല്ലിക്കൊല്ലുന്നു. എന്തിനാണ് തല്ലിക്കൊള്ളുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും തല്ലിക്കൊന്നത് എന്തിനാണെന്ന്? അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് അവരുടെ സമുദായത്തെ തല്ലിക്കൊല്ലുവാൻ അവർ തയ്യാറാകുന്നത്. കേരളത്തിൽ തല്ലിക്കൊല്ലില്ല. കാരണം കേരളത്തിൽ തല്ലിക്കൊല്ലേണ്ട മാനസികാവസ്ഥയിലല്ല അവർ നിൽക്കുന്നത്, സൗജന്യം സ്വീകരിക്കുന്ന മാനസികാവസ്ഥയിലാണ്. ഇവിടുത്തെ തദ്ദേശീയർ നിൽക്കുന്നത് മെയിൻ്റനൻസിന് പൈസ കിട്ടും, ആട് കിട്ടും, കോഴി കിട്ടും, താറാവ് കിട്ടും. ഇത്തരം ഒരു മാനസികാവസ്ഥ, ഒരു സോഫ്റ്റ്വെയർ ഈ തദ്ദേശീയരായ ആളുകളിലേക്ക് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ ഭരണാധികാരികൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പാവപ്പെട്ട ആളുകളുടെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ അതല്ല. അതുകൊണ്ടാണ് അവിടെ ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവിടെ രാഷ്ട്രീയ അധികാരം കൈയാളിയത്. 4 തവണ അവിടെ UP അധികാരം പിടിച്ചതും 4 തവണ ജാർഖണ്ഡിൽ അധികാരം പിടിച്ചതും വിവരമില്ലാമെന്ന് പറഞ്ഞ് നമ്മൾ എഴുതിത്തള്ളുന്ന ആദിവാസി സമൂഹം, കേരളത്തിലെ പുരോഗമനവാദികളായ തദ്ദേശവാസികളൊക്കെ പറയുന്നത് ഇവർക്കൊന്നും വിവരമില്ലെന്നാണ് പറയുന്നത്. ആ വിവരമില്ലാത്ത ആളുകൾ, നിങ്ങൾ ആക്ഷേപിക്കുന്ന ആളുകളാണ് ഒരു തവണ 9 സീറ്റ് വാങ്ങി പ്രധാന കക്ഷിയായി വരികയും
പിന്നീട് മുഖ്യ പ്രതിപക്ഷമായി മാറുകയും ചെയ്തത്. എവിടെ? 19 കൊല്ലം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ച ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ 62% ജനസംഖ്യയുള്ള ആദിവാസി സമൂഹമാണ് മുഖ്യ പ്രതിപക്ഷം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കേരളത്തിൽ വെള്ളക്കുപ്പായമിട്ട് അങ്ങോട്ട് നോക്കി കുറ്റം പറയുകയാണ്. നിങ്ങളെ തല്ലിക്കൊല്ലുന്നു, ഞങ്ങളെ തല്ലിക്കൊല്ലുന്നില്ല. നിങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളെ ആക്രമിക്കുന്നില്ല. നിങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ഞങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞു പരിശീലിക്കേണ്ടത് അങ്ങനെയല്ല. നിങ്ങൾ കീഴ്പ്പെടുന്നില്ല, ഞങ്ങൾ കീഴ്പ്പെടുന്നു. ഞങ്ങൾ അടിമത്തം സ്വീകരിക്കുന്നു, നിങ്ങളത് സ്വീകരിക്കുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല. ഇങ്ങനെ പറഞ്ഞു ശീലിക്കേണ്ട തദ്ദേശീയ സമൂഹമാണെന്ന് കേരളത്തിലുള്ളത്. അത് മനസ്സിലാക്കുവാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ ഈ കേരളത്തിലെ ആളുകൾ വടക്കോട്ട് നോക്കി കുറ്റം പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരിടത്തും ഒരു ചീഫ് സെക്രട്ടറി ഒരു തവണയിൽ കൂടെ അല്ലാതെ പിന്നീട് വന്നിട്ടില്ല. ഒരു തവണ മാത്രമാണ് ഒരു ചീഫ് സെക്രട്ടറി മന്ത്രിസഭയിൽ ഭരിക്കുന്നത്, പിന്നീട് വരാറില്ല. പക്ഷേ നിങ്ങൾ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കണം. കേരളത്തിൽ 3 തവണ ഒരു വ്യക്തി തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ആളിനെ? KPK മേനോൻ. അദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റത്ത് മേനോൻ കിടക്കുന്നതും അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിയിൽ അംഗമായതും അദ്ദേഹത്തിന് 3 തവണ എന്താകാൻ പറ്റി? ചീഫ് സെക്രട്ടറി ആകാൻ പറ്റി. പക്ഷേ കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും ഒരാളല്ല, ഒരു തവണയല്ലാതെ രണ്ടാമതൊരു തവണ അധികാരത്തിൽ വരുവാൻ തയ്യാറല്ല. കാരണം എന്താണ്? ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സമൂഹം, രാഷ്ട്രീയമായി ഇടപെടുന്ന സമൂഹം അവിടെയുണ്ട്. അതാണ് അതിനകത്ത് കാരണം. കേരളത്തിൽ നമുക്ക് മുൻപിരുന്ന ശാരദാ മുരളീധരൻ, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് തൊട്ട് മുൻപിരുന്ന ശാരദാ മുരളീധരൻ, അവരിൽ ആരിൽ നിന്നാണ് ഈ ചീഫ് സെക്രട്ടറി പദം ഇങ്ങോട്ട് സ്വീകരിച്ചത്? അവരുടെ ഭർത്താവിൽ നിന്നാണ് സ്വീകരിച്ചത്. ഭർത്താവ് ചീഫ് സെക്രട്ടറിയായി വിരമിക്കുന്ന സമയത്ത് ഭാര്യ ചീഫ് സെക്രട്ടറിയായി അധികാരമേൽക്കുന്നു. കേരളത്തിലല്ലാതെ വേറെ എവിടെയും നടക്കില്ല. കാരണം ജാതിരൂഢമായ രാഷ്ട്രീയ കേന്ദ്രീകൃത ഭരണം നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഉത്തരേന്ത്യയെ പരിശോധിച്ചാൽ നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നത്. കാരണം അവർ രാഷ്ട്രീയമായി ഇടപെടുന്നത് കൊണ്ടാണ്. ഈ അടുത്ത സമയത്ത് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു വലിയ റാലി നിങ്ങൾ കണ്ടു കാണും. ഇന്ത്യയിലെ പ്രബുദ്ധ സമൂഹത്തെ സൃഷ്ടിക്കുന്ന അംബേദ്കറൈറ്റുകൾ, ഇന്ത്യയിൽ പ്രബുദ്ധ സമൂഹത്തെ എപ്പോഴും സൃഷ്ടിക്കുന്ന അംബേദ്കറൈറ്റുകളാണ്. അംബേദ്കറിന്റെ ചിന്താധാരയിലൂടെ, പ്രത്യയശാസ്ത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് എപ്പോഴും പുരോഗമനവാദികളായി നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത്. ആ രാജ്യത്തെ ആളുകൾ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിലേക്ക് അവർ കടന്നു ചെന്നത് ഒരു വലിയ പ്രക്ഷോഭമായിട്ടാണ്. പക്ഷെ കേരളത്തിൽ നടക്കുമോ? കേരളത്തിൽ നടക്കില്ല. കാരണം എന്താ? നമ്മൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞു നിൽക്കുകയാണ്. ജനാധിപത്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാത്ത ഒരു സമൂഹമാണ് കേരളത്തിലുള്ളതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഭരണഘടനയെക്കുറിച്ച് ബോധ്യപ്പെടാത്ത ഒരു സമൂഹം. നമുക്ക് വേണ്ടത് ഭരണഘടനയാണ്. ആ ഭരണഘടന നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഭൂരിപക്ഷ സമൂഹത്തിന് ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അധികാര പങ്കാളിത്തമുള്ള ഒരു സർക്കാർ, ഒരു ഗവൺമെന്റ്, വിഭവങ്ങളിൽ തുല്യ അധികാരമുള്ള ആളുകൾ, വിദ്യാഭ്യാസ മേഖലയിൽ തുല്യ അവകാശമുള്ള ആളുകൾ ഉണ്ടാകുവാൻ ഭരണഘടനയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത്. ആ ഭരണഘടന നടപ്പിലാക്കേണ്ടുന്ന കാലയളവിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തിച്ചേരേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ബോധ്യപ്പെടണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പല വിശ്വാസ പ്രമാണങ്ങളെ പോലും മാറ്റി നിർത്തേണ്ടി വരും. കാരണം ഭരണഘടനയ്ക്ക് മുകളിൽ വെക്കാൻ പറ്റുന്ന ഒന്നും ഇന്ത്യയിൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഭരണഘടനയെ അനുസരിക്കുന്ന ആളുകളായി നമ്മൾ മാറിയെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഭരണഘടന നമുക്ക് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, എഴുതി കൊടുക്കുവാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ല. ഈ കേരളത്തിന്റെ അധികാരികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നത് റോഡുകളിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാകും. ജനാധിപത്യത്തിന്റെ ഇത് റോഡിലേക്ക് ഇറങ്ങിയാൽ മനസ്സിലാകും. ഈ ട്രാഫിക് നിൽക്കുന്ന പോലീസുകാരെ നമ്മൾ പരിശോധിച്ച് നോക്കണം. ട്രാഫിക് പോലീസിനെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അവന്റെ ജാതി ബോധ്യപ്പെടും. 99% പോലീസുകാരും ഇത്തരം ട്രാഫിക്കിൽ അവന്റെ ജാതി കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് പോലീസുകാരെ ഇത്തരം ട്രാഫിക്കിലേക്ക് ഇറക്കി വിടുന്നത്. നിങ്ങൾ നോക്കണം. അങ്ങനെ സകല മേഖലകളിലും ഇത് വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജാതി, അതിന്റെ ഘടന വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജാതി സെൻസസ് വേണം. ഈ ഓരോ ജാതിയിലെയും വിദ്യാഭ്യാസമുള്ളവരുടെ എണ്ണം, ഓരോ ജാതിയിലെയും പ്രായപൂർത്തി വോട്ടവകാശം ലഭിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം, ഓരോ ജാതി സമൂഹത്തിലും ഉദ്യോഗസ്ഥരായ ആളുകളുടെ എണ്ണം, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ എണ്ണം, അതുപോലെ തന്നെ വിവിധ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം, പ്രവാസികളുടെ എണ്ണം, ഇത്തരം ആളുകളുടെ ഇനം തിരിച്ചുള്ള എണ്ണം കിട്ടുക എന്നുള്ളതാണ് ജാതി സെൻസസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ജാതി സെൻസസ് എടുത്തെങ്കിൽ മാത്രമേ കൃത്യമായ ജനാധിപത്യ പ്രക്രിയ കേരളത്തിൽ ഉണ്ടാകുകയും ഭൂരിപക്ഷ സമൂഹം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഓപ്പൺ സെമിനാർ
ഈ ഓപ്പൺ സെമിനാറിൽ ഇനി തുടർന്ന് സംസാരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല മോഡറേറ്റർ ഇതിന്റെ വിഷയം കൂടി അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളെയും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ആളുകളും ഇത് കേൾക്കാൻ എത്തിയിരിക്കുന്ന ആളുകളെയും ഒക്കെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു. ജയ് ഭീം, ജയ് ഭാരത്.